അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാനുള്ള നമ്മുടെ ഓൾട്ടോൻ്റെ ബ്രേക്ക് പാഡ് തീർന്നു കേട്ടോ. ബ്രേക്ക് പാഡ് മാറാൻ വേണ്ടിയാണ്. എന്താണ് അതിനെ വീല് ലൂസ് ചെയ്യണം കേട്ടോ. ഇത് വേറെ ഫാൻസിനായിട്ട് ഇട്ടേക്കാം. അപ്പോൾ ലൂസ് ചെയ്യണം. അതിന് ബോക്സും ഡിക്കിലുണ്ട്. അപ്പോൾ അതിൻ്റെ വീല് ലൂസ് ചെയ്തിട്ട് ജാക്കേജ് വെക്കാം. ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കിലെ വീല് ഓടിപ്പോതിരിക്കാൻ ഒരു അട വെച്ച് കൊടുക്കുക. പിന്നെ സാധനം ഉണ്ടല്ലോ, വീല് ലോക്ക് ചെയ്തേക്കണം. ബാക്കോട്ട് ഇറങ്ങിപ്പോതിരിക്കുക. പിടിച്ചിരുന്നുള്ളൂ. നമുക്ക് വീല് ലൂസ് ചെയ്യാം. ഇതാണ് വീലിൻ്റെ ബോക്സ്. സ്പെഷ്യൽ ബോക്സാണ് കിറ്റിൽ തന്നെയാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് വീൽ ലൂസ് ചെയ്യാം. ദൂരെ നിർത്തണം. ദൂരെ നിർത്തണം. ചേർന്ന് നീങ്ങുന്നത്. വീലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പൊക്കാം. ജാക്കി വെക്കാൻ നേരത്തെ ഇതുണ്ട, ഇതാണ് ജാക്കി. അപ്പം ഈ ജാക്കി വെക്കാൻ നേരത്ത് റണ്ണിങ് ബോർഡ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ വെട്ടിൽ ഇത് കയറ്റി വെക്കണം. ഇത് ജാക്കി കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ, സ്ലിപ്പ് ആവാണ്ടിരിക്കുള്ളൂ. എന്നിട്ട് ഈ ലിവർ ഉണ്ടാവും ആ കിറ്റിൽ കൊളുത്താം. പിടിച്ചോ. ഇത് വീൽ സ്പാനറിൻ്റെ ഇവിടെ ഒരു ഹോളുണ്ട, അത് ഇതിൽ കയറും. ഇങ്ങനെയൊക്കെ ഇങ്ങനെ മുട്ടി കൊടുക്കുക. കട സുഖമായിട്ട് ജാക്കി പോകുമ്പോൾ നമ്മൾ വണ്ടിയുടെ വീല് പൊങ്ങിയിരുന്നു. ഈ അത് കിടക്കാം. വണ്ടി വീലൊക്കെ പൊങ്ങി. ഓക്കെ, എനിക്ക് വീലയക്കട്ടെ. വീലയച്ചും അപ്പൊ ഈ കാലിപ്പർ അയക്കണമെങ്കിൽ ഇതും കാലിപ്പർ പിന്നെ ഇത് കാലിപ്പർ പിന്നെ അതിൻ്റെ ബോൾട്ടുകളുണ്ട്. ഇതും ഈ അടിയിലത്തെ നീളത്തെ ഈ രണ്ട് കാലിപ്പർ പിന്നുണ്ട്. നമുക്ക് ബ്രേക്ക് പാഡ് അഴിക്കാൻ വേണ്ടി അടിയിലത്തെ പിന്നിൻ്റെ ബോൾട്ട് മാത്രം അയച്ചത് ഇത് അയച്ചെടുക്കുക. ഇത് പൊക്കി വെക്കാം. ഫസ്റ്റ് തന്നെ നമുക്കിപ്പോൾ കാലിപ്പർ അയക്കണേക്കുമ്പേ നമുക്ക് ഇതുപോലത്തെ ഇത് വലിയ സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഡിസ്കിൻ്റെ ഇടയിൽ ഇങ്ങനെ കയറ്റിട്ട് ഇങ്ങനെ കയറ്റിടാം. കണ്ടോ, ഇങ്ങനെ വലിച്ച് കഴിയുമ്പോഴേക്കും പിസ്റ്റണകത്തേക്ക് പോട്ടെ. ക്ലിയർ ആണ്. അതിനാണ് പിസ്റ്റണകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിസ്റ്റണകത്തേക്ക് പോയുണ്ട്. ഇനി നമുക്ക് കഴിക്കട്ടോ. അപ്പം സുഖമായിരിക്കും പാടാന്നിട്ട്. വേണ്ട ഇത്രയും ഗ്യാപ്പായില്ലേ, ഇത്രയും ഗ്യാപ്പായി. പാഡ് കഴിക്കാൻ സുഖമായിരിക്കും കേട്ടോ. അപ്പം ഇതാണ് പുതിയ പാഡ് കേട്ടോ, ബോഷിൻ്റെ പാഡാണ്. ഇതാണ് നമ്മുടെ പഴയ പാഡ്. അതിന് രണ്ടിൻ്റെ തിക്നെസ് നോക്കി ഇത്ര ഉണ്ട്. അതിപ്പോൾ ഇത് ഇത്തിരി കുറച്ചും കൂടി ഓടാനുണ്ട് എന്ന് പറയാനുണ്ട്. എന്നാലും നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ വീല് ഇതിൻ്റെ ഫുള്ള് തീർന്നിരിക്കും. നമ്മൾ റൈറ്റ് സൈഡ് വീല് അയച്ചിട്ടേക്കണത്. നമുക്ക് ഏതായാലും മാറുമ്പോൾ എല്ലാം കൂടി മാറണം. എന്താണ് പാട്ടാണ് ഇവിടെ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇത് അയച്ചു കഴിഞ്ഞാലേ ഈ പിന്നുണ്ട് കാലിപ്പർ പിന്ന് ജാം ഉണ്ടാകുന്നിട്ട് നോക്കണം. ഇത് ഫ്രീ ആണ്. ഇപ്പോൾ പിന്നെ ഇരുട്ടീൻ്റെ ഇടയ്ക്ക് ജീസ് തരണം കേട്ടോ. ഇപ്പോൾ ഫ്രീ ആയതുകൊണ്ട് കുഴപ്പമില്ല. ജാം ആയി കഴിഞ്ഞാലും പാഡൊക്കെ പെട്ടെന്ന് തീർന്നു. വേണ്ട, ഇത് ഫ്രീ ആണ്, കുഴപ്പമില്ല. ഓക്കെ, ഈ പാഡിരിക്കണ സ്പ്രിങ് ഉണ്ടല്ലോ, പാഡിരിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പാഡ് അതിൽ പിടിച്ചൊക്കെ ഇരിക്കും.
നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ അഴിക്കണേ. നൈസ് പേപ്പർ നൈസായിട്ട് അടിച്ചാൽ മതി. ഇത്രയൊക്കെ ഉണ്ട്, ഇത്രയും ക്ലീൻ ചെയ്താൽ മതി. ഇപ്പോൾ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പുതിയ പാഡ് കയറ്റാൻ നേരത്തെ ഇതിൻ്റെ ഈ ഇവിടെയും രണ്ടറ്റത്തായിട്ട് ഇത്തിരി ഗ്രീസ് വെച്ച് കൊടുക്കണ്ട. ഈ പാഡ് കയറ്റണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഫ്രണ്ട് വശമില്ലേ തള്ളിയിരിക്കണത് അതിങ്ങനെ ആദ്യം കയറ്റാം. എന്നിട്ട് ഇങ്ങനെ തള്ളിയിട്ട് ബാക്കിന് നൈസായിട്ട് അമർത്തിയാൽ മതി. പാഡ് സിമ്പിളായിട്ട് കയറി പോകും. ബാക്കിലത്തെ പാഡ് തന്നെ അതിൻ്റെ ബാക്കിലത്തെ പാഡിൽ നമ്മൾ നൈസായിട്ട് വെച്ചാൽ കേട്ടോ. അതെന്ത് വെക്കണം, മണ്ണ് പിടിക്കും. നൈസായിട്ട് നമുക്ക് ചെറിയ ലൂബ്രിക്കേഷൻ കിട്ടാൻ. അതുപോലെ ബാക്കിലത്തെ ഇങ്ങനെ കയറ്റിട്ട് തള്ളിക്കെടുത്ത്. ഓക്കെ, ഇനി നമുക്കിത് കയറ്റിയിട്ട് സെറ്റ് ചെയ്യാം. പിന്നിലേക്ക് ഗ്രീസ് അടിച്ചിട്ടുണ്ട്. ഈ 2 പിന്നിൽ അടിച്ച് ഗ്രീസ് അടിച്ചിട്ടുണ്ട്. ഇനി ഇത് കയറ്റിയിട്ട് വോൾട്ടിന് നൈസായിട്ട് ഗ്രീസ് ഇട്ട് കൊടുക്കുക. ഗ്രീസ് വേണം കേട്ടോ ഈ ബ്രേക്ക് ചെയ്യാൻ നേരത്ത്. ആക്ച്വലി അല്ലെങ്കിൽ പിന്നിലേക്ക് ഗ്രീസ് അടിച്ചിട്ട് പിന്നെ പിന്നൊക്കെ ജാമായി പോയി ബ്രേക്ക് പാഡ് പെട്ടെന്ന് തീരും. അങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ വരും. പന്ത്രണ്ട് കോമ്പിനേഷൻ ഉണ്ട്. 12 ബോൾട്ടാണ് പുറയിലത്തെ. നമ്മൾ ടൈറ്റ് ചേർക്കുക. ഓക്കെ, 12 ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലെ ബ്രേക്ക് കഴിഞ്ഞ് നമുക്ക് വീൽ ഉണ്ടാക്കുമ്പോൾ വീൽ നെറ്റിൽ ഇത്തിരി വീൽ ബോൾട്ടിൽ ഇത്തിരി ഗീസൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനി അഴിക്കാൻ നേരത്തൊക്കെ സുഖമായിട്ടൊക്കെ വീലഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ വീലൊക്കെ പിടിച്ചിരിക്കും. ഓക്കെ, വീലിടാം നമുക്ക്. ആര് നീങ്ങുന്നത് ടൈറ്റ് ചെയ്തോ, ടൈറ്റ് മുറുക്കി ടൈറ്റ്. വേണ്ട ടൈറ്റ്. അടുത്ത മെക്കാനിക്ക് ഉണ്ട്. ഒരു മെക്കാനിക്ക് വീഡിയോ എടുക്കണം അല്ലേ? പേര് പറഞ്ഞത് മിതാലി പ്രിങ്ങൂന്ന് വിളിക്കണത്. ബൂമ്പാങ്ങിൻ്റെ വീഡിയോ കണ്ട് പ്രിങ്ങൂന്ന് വിളിക്കണായിരുന്നു. ബൂമ്പാങ്ങിൻ്റെ വീഡിയോയിൽ പ്രിങ്ങൂന്ന് വിളിച്ചു. ലാസ്റ്റ് ഇവളുണ്ടായപ്പോൾ ഇവൾക്ക് ഞാൻ പ്രിങ്ങൂന്ന് വീട്ടിൽ വിളിക്കാൻ തുടങ്ങി. നമുക്ക് ഇങ്ങനെ ഇറക്കാം. മാറി മാറി ഒരു സൈഡ് കഴിഞ്ഞു. മാറി അവിടെ നിന്ന് മാറി വണ്ടി അവിടെ നിന്ന് മാറി ഒരു സൈഡിലേക്ക് മാറി. ഞാൻ പോയിട്ട് അങ്ങോട്ട് മാറി. കൈ മാറ്റി അമ്മോട് പിടിച്ചോളൂ. ക്യാമറ പോയി പിടിച്ചോളൂ, ഫോണാകുമ്പോൾ പോയി പിടിച്ചോളൂ. ഓക്കെ, നമ്മൾ ഇറക്കിയിട്ട് നമുക്ക് വീലൊന്ന് ലാസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഓക്കെ, നമുക്ക് അപ്പുറത്ത് സൈഡ് ചെയ്യാം. നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ബ്രേക്ക് പാഡ് തന്നെയുണ്ട് തീർന്നത്. മെറ്റൽ വരഞ്ഞാറില്ല കേട്ടോ, പക്ഷെ തീർന്നു. കറക്റ്റായിട്ട് ചെറിയ സൗണ്ട് വന്നപ്പോൾ തന്നെ ഞാൻ മാറ്റാന്ന് വെച്ചു. അല്ലെങ്കിൽ പിന്നെ മെറ്റൽ വരഞ്ഞത് ആകെ ഷോക്കായി പോകും. കുഴപ്പമില്ല.
ബ്രേക്ക് നമ്മളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഓടിച്ചു നോക്കാം. ബൈ.